നമസ്കാരം. ആരായിരിക്കും അടുത്ത ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നത് എന്ന ചോദ്യം എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പോടുകൂടി ബി.ജെ.പിക്കുള്ളിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉടലെടുത്തിരുന്നു. ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തിന് പാലക്കാട് ജയിക്കാമായിരുന്ന ഒരു സീറ്റ് ആയിരുന്നിട്ട് കൂടി അവിടെ ഒന്നും തന്നെ നേടാൻ കഴിഞ്ഞില്ല. വലിയ രീതിയിലുള്ള വോട്ട് ശതമാനത്തിലെ കുറവ്, ഇതൊക്കെ കെ സുരേന്ദ്രന്റെ നേരെ തിരിയുന്ന കാഴ്ചയുണ്ടായി. അങ്ങനെ ബി.ജെ.പിക്കുള്ളിൽ ചില പ്രശ്നങ്ങളുണ്ട്. സംസ്ഥാന നേതൃസ്ഥാനത്ത് നിന്ന് ബി.ജെ.പിയുടെ കെ സുരേന്ദ്രനെ മാറ്റണം എന്ന തരത്തിലുള്ള ആവശ്യങ്ങൾ ഉയർന്നു എന്ന വാർത്തകളും റിപ്പോർട്ടുകളും ഒക്കെ പുറത്തു വന്നു. എന്നാൽ ഇപ്പോൾ ഉടൻ തന്നെ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനെ കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. 3 പേരുകളാണ് പ്രധാനമായും കേൾക്കുന്നത്. അതിലൊന്ന് ശോഭാ സുരേന്ദ്രനാണ്, രണ്ടാമത്തത് എം.ടി. രമേശാണ്, മൂന്നാമത്തത് മുൻ കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖറാണ്. ആരായിരിക്കും ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നത് എന്ന ചോദ്യം എല്ലാവരും ആകാംക്ഷയോട് ചോദിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത് ശോഭാ സുരേന്ദ്രനും രാജീവ് ചന്ദ്രശേഖരനുമാണ്. രാജീവ് ചന്ദ്രശേഖരനെ സംസ്ഥാന അധ്യക്ഷനാക്കാൻ വേണ്ടി കൂടുതൽ സമ്മർദ്ദം കേന്ദ്ര നേതാക്കൾ അദ്ദേഹത്തിനു മേൽ ചുമത്തുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനാകാൻ രാജീവ് ചന്ദ്രശേഖരനു മേൽ സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുകയാണ് ദേശീയ നേതാക്കൾ. രാജീവ് ചന്ദ്രശേഖറുമായി അമിത്ഷാ അടക്കമുള്ള നിരവധി ദേശീയ നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. എന്നാൽ കേരളത്തിലെ ബി.ജെ.പിക്കുള്ളിലെ ഗ്രൂപ്പ് തർക്കങ്ങൾ അടക്കമുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ ഈ ഒരു ഉദ്യമത്തിൽ നിന്ന് മാറി നിൽക്കുന്നത്. ജനുവരി 20-നുള്ളിൽ തന്നെ പുതിയ സംസ്ഥാന അധ്യക്ഷനെ അറിയാൻ കഴിയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ ശോഭാ സുരേന്ദ്രന്റെ ഒരു പ്രസൻസ് എടുത്തു പറയേണ്ട കാര്യമാണ്. ശോഭാ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് വരണമെന്ന് ബി.ജെ.പിയിലെ നിരവധി പ്രവർത്തകർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം സാധാരണക്കാർക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ച് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ വോട്ട് ശതമാനം വർദ്ധിക്കുന്ന ആളുകളെ കയ്യിലെടുക്കാൻ കഴിയുന്ന ഒരു നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. അങ്ങനെ ശോഭാ സുരേന്ദ്രൻ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വരികയാണെങ്കിൽ അത് ബി.ജെ.പിക്ക് വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിയും എന്ന തരത്തിലുള്ള വിലയിരുത്തലുകൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇവിടെ ബി.ജെ.പിക്കുള്ളിലെ ഗ്രൂപ്പ് പോര് എത്രമാത്രം വ്യക്തമായ രീതിയിൽ അല്ലെങ്കിൽ അത് ആർജവത്തോടെ എങ്ങനെ ശോഭാ സുരേന്ദ്രനെ കൈകാര്യം ചെയ്യാൻ കഴിയും എന്നത് ഒരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങളിലും ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും രാജീവ് ചന്ദ്രശേഖരന്റെയും എം.ടി. രമേശിന്റെയും ശോഭാ സുരേന്ദ്രന്റെയും പേരാണ് പുതിയ സംസ്ഥാന അധ്യക്ഷന്റെ പരിഗണനാ പട്ടികയിൽ ഇപ്പോൾ ഇടം പിടിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് അമിത്ഷാ രാജീവ് ചന്ദ്രശേഖറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പ്രസിഡന്റ് ആകുന്നതിന് മുൻപ് അമിത്ഷാ രാജീവ് ചന്ദ്രശേഖരന്റെ അഭിപ്രായം തേടുകയും ചെയ്തിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. രാജീവ് ചന്ദ്രശേഖരന് മതമേലധ്യക്ഷന്മാരുമായിട്ടൊക്കെ വലിയ രീതിയിലുള്ള ബന്ധമുണ്ട്. മാത്രമല്ല തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് വലിയ രീതിയിൽ വോട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു. ഈ വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞതൊക്കെ കേന്ദ്ര നേതൃത്വം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനാവുകയാണെങ്കിൽ അത് ബി.ജെ.പിക്ക് സംസ്ഥാനത്ത് ഏറെ ഗുണം ചെയ്യും എന്ന വിലയിരുത്തൽ ഉണ്ട്. അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രന്റെ കാര്യത്തിലും ചില തീരുമാനങ്ങൾ കേന്ദ്ര നേതൃത്വം എടുക്കും എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. കാരണം ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ മത്സരിച്ചപ്പോൾ വലിയ രീതിയിലുള്ള വോട്ട് വർദ്ധിപ്പിച്ചിരുന്നു. അതിന് തക്കതായ ഒരു സ്ഥാനം ശോഭാ സുരേന്ദ്രന് നൽകണമെന്ന് ബി.ജെ.പി. പ്രവർത്തകർക്കിടയിൽ തന്നെ അഭിപ്രായമുണ്ട്. ഇതൊക്കെ കേന്ദ്ര നേതൃത്വം കണക്കിലെടുക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. കേരളത്തിൽ പുതിയൊരു മുഖം നേതൃസ്ഥാനത്തേക്ക് വരട്ടെ എന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷെ ഇക്കാര്യത്തിൽ യാതൊരു സ്ഥിരീകരണവും ലഭിച്ചിട്ടില്ല. എന്തായാലും വളരെ വൈകാതെ തന്നെ ബി.ജെ.പിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ ആരാണ് എന്ന് അറിയാൻ കഴിയും.